ഒരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് അതിൻ്റെ മെയിൻ്റനൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. സോ ഓണസ്റ്റോ ആൻഡ് മെർക്കാഡോയിൽ നമ്മൾ ചെയ്യുന്നത് വൺസ് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 2 ഇയേഴ്സിൻ്റെ മെയിൻ്റനൻസ് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും, 10 ഇയേഴ്സിൻ്റെ സ്ട്രക്ചറൽ വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഈ 2 വാറണ്ടി സിസ്റ്റംസും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഒന്നും കൂടി അക്കൗണ്ടബിൾ ആവുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറുടെ പോലെ തന്നെ ഞങ്ങളുടെ കമ്പനിക്കും 100% നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റിയിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി ഈ മെയിൻ്റനൻസ് വാറണ്ടി ഞങ്ങൾ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓരോ 6 മന്ത്സിലും കമ്പനിയിൽ നിന്ന് സ്റ്റാഫ് ചെന്ന് അവിടെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയും എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുകയും ചെയ്യും. അതുപോലെ 2 ഇയർ ഡ്യൂറേഷനിൽ ഏത് സമയത്ത് എന്ത് കംപ്ലയിൻറ്റുമായിട്ടും കസ്റ്റമർക്ക് കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ ഓഫീസിൽ ഒരു ഡയറക്റ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും. അവരത് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യുകയും അതിന് വേണ്ട സൊല്യൂഷൻസ് കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് സ്ട്രക്ചറൽ വാറണ്ടി. സ്ട്രക്ചറൽ വാറണ്ടിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു വീട് വെക്കുന്നത് മിനിമം ഒരു 50 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 60 ഇയേഴ്സ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും മിനിമം ടൈം. സോ അതിൻ്റെ കൺസ്ട്രക്ഷണൽ ക്വാളിറ്റി, സ്ട്രക്ചർ വൈസുള്ള ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് 100% മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് വാറണ്ടിയുടെ കൂടെ തന്നെ സ്ട്രക്ചറൽ വാറണ്ടിയും കൂടി അപ്ലൈ ചെയ്യുന്നത്. ഇത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ്. ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ ചെയ്ത കോൺട്രാക്ടറുടെ ഒരു വിവരം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഒരു ന്യൂസും ഉണ്ടായിരിക്കില്ല. സോ ഞങ്ങൾ 100% അക്കൗണ്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ മെയിൻ്റനൻസ് വാറണ്ടിയും അതുപോലെ സ്ട്രക്ചറൽ വാറണ്ടിയും നമ്മുടെ പോസ്റ്റ് കംപ്ലീഷൻ സർവീസായിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്.